ഓക്കെ മിസ്സേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാനായിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനാണ് പഠിക്കേണ്ടത്. അതിൽ അസർട്ടൈനിങ് പേജ് നമ്പർ 187 ആണ്. അസർട്ടൈനിങ് ടോട്ടൽ സെയിൽസ്, എങ്ങനെയാണ് ടോട്ടൽ സെയിൽസ് അസർട്ടൈൻ ചെയ്യുന്നത് എന്നാണ്. ടോട്ടൽ സെയിൽസ് ആർ കാൽക്കുലേറ്റഡ് ബൈ കമ്പൈനിങ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ് ആർ ഗിവൺ ഇൻ ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ടാവും. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് വെച്ചിട്ട് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സെയിൽ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ആണ് ഒന്ന് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വെച്ച് നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് റിസീവബിൾ അക്കൗണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്താണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്? The amount of credit sales is ascertained by preparing the debtors account. എന്താണ് ക്രെഡിറ്റ് സെയിൽസ്? എങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അവൈലബിൾ ഇൻഫർമേഷൻ ഇസ് ഫസ്റ്റ് എൻറ്റേർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. Then cash received on the credit side. Credit side cash received കാണിക്കുക. Any discount allowed or bad debt written off on the credit side. Credit side ഡിസ്കൗണ്ട് അലൗഡ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് കാണിക്കുക. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് കാണിക്കുക. ബിൽസ് റിസീവ്ഡ് ഫ്രം ദം ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എന്തെങ്കിലും ബിൽസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ദ എമൗണ്ട് ഓഫ് ബിൽ ഡിസോണേഡ് ഈസ് എൻറ്റേർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. ബില്ല് ഏതെങ്കിലും ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. The difference between the totals of two sides will be credit sales. ഈ രണ്ട് സൈഡിലെ ടോട്ടലിന്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ചെയ്തത്. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ എമൗണ്ട് കാണിക്കുക. പിന്നെ ടു ബിൽസ് റിസീവബിൾ, അതായത് ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കുക. ദെൻ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക്, അതായത് ക്യാഷ് റിസീവ് ചെയ്യോ അല്ലെങ്കിൽ ബാങ്ക് വഴി റിസീവ് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കുക. ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുക. സെയിൽസ് റിട്ടേൺ കാണിക്കുക. ബാഡ് ഡെപ്റ്റ്സ്, ബിൽസ് റിസീവബിൾ, പിന്നെ നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, അതായത് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുക. ഈ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ആ ബാലൻസിങ് ഫിഗറിനെ ക്രെഡിറ്റ് ടു ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നത്. പിന്നീട് നമുക്കിത് എങ്ങനെയാണ് ക്രെഡിറ്റ് സെയിൽസ് കാണിക്കേണ്ടതെന്ന് തൊട്ട് താഴെ തന്നെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽസ് മെയ്ഡ് ഇൻ ഡ്യൂറിംഗ് ദ പീരീഡ്. ഈ പീരീഡിൽ ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് ആസം ജാനുവരി 1, 2013. ജാനുവരി 1, 2013 ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 40,800 ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 121,600 ആണ്. ദെൻ സെയിൽസ് റിട്ടേൺ 10,800 ആണ്. ദെൻ ബാഡ് ഡെപ്റ്റ്സ് 4,800 ആണ്. ദെൻ ഡെപ്റ്റേഴ്സ് ആസ് ഓൺ ഡിസംബർ 31, 2013, അതായത് ക്ലോസിംഗ് ആണ് 55,200. ക്യാഷ് സെയിൽസ് 113,600. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് ക്രെഡിറ്റ് സെയിൽസ് ആദ്യം കണ്ടുപിടിക്കുക. ആ ക്രെഡിറ്റ് സെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ
സെയിൽസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരയ്ക്കാം. ഡെബിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും. സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ബാലൻസ് ബ്രോഡൗൺ എത്രയാണ് ബാലൻസ് ബ്രോഡൗൺ അതെടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,800 അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സോ ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ് 40,800 ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടിയതായതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബൈ ക്യാഷ് ഓർ ബാങ്ക്. ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ എന്ന് അറിയില്ല, അതുകൊണ്ട് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞു 1,21,600 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിന്റെ എമൗണ്ട് 10,800 അപ്പൊ ആ സെയിൽസ് റിട്ടേണിന്റെ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ബൈ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് 10,800 കാണിക്കാം. നമുക്ക് പിന്നീട് തന്നിരിക്കുന്നത് ബാഡ് ഡെപ്റ്റ്സ് ആണ്. ബാഡ് ഡെപ്റ്റ്സ് എന്താണ് ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക. ബൈ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞ് 4,800 കാണിക്കാം. പിന്നെ ഡെപ്റ്റേഴ്സ് ആസ് ഓൺ December 31st, 2013 അതായത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, അതും ക്രെഡിറ്റ് സൈഡിൽ തന്നെ കാണിക്കുക. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്, അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബൈ ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞാൽ 55,200 കാണിക്കുക. എന്നിട്ട് നമുക്കിപ്പോ ഡെബിറ്റ് സൈഡിൽ ആകെ ഒരു ഐറ്റം ഉള്ളൂ, അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക. അപ്പൊ 1,92,400 കിട്ടും. ഈ 1,92,400 ഓപ്പണിംഗ് എമൗണ്ട് ആയ 40,800 ലെസ് ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട്, ആ ബാലൻസിങ് ഫിഗർ ആണ് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത് നമുക്ക് ക്രെഡിറ്റ് സെയില് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്. സോ നമുക്ക് ഈ 1,92,400 40,800 ഓപ്പണിംഗ് ബാലൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഈ ബാലൻസിങ് ഫിഗർ ആണ് എന്ത് ക്രെഡിറ്റ് സെയിൽസ്, അതായത് 1,51,600 എന്ന് പറയുന്ന ഈ എമൗണ്ട്. ഇപ്പൊ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടോട്ടൽ സെയിൽസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ച 1,51,600, പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാഷ് സെയിൽസ് 1,13,600 തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ഇന്ന് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ക്രെഡിറ്റ് സെയിലിനാട്ടോ. ദെൻ ടോട്ടൽ സെയിൽസ് ക്യാഷ് സെയിൽ നമുക്ക് തന്നിട്ടുണ്ട് 1,13,600. സോ ക്യാഷ് സെയിൽസിന്റെ തൊട്ട് താഴെ 1,13,600 എന്ന് കാണിക്കാം. ക്രെഡിറ്റ് സെയിൽ നമ്മൾ കണ്ടുപിടിച്ചു 1,51,600. 1,13,600 1,51,600 കൂടെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ സെയിൽസ്, അതായത് 2,65,200 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്രെഡിറ്റ് സെയിലും ടോട്ടൽ സെയിലും അസർട്ടൈൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ടോട്ടൽ സെയിൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് കാൽക്കുലേഷൻ ഓഫ് ബിൽസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. ബിൽസ് റിസീവബിൾ കസ്റ്റമേഴ്സിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട്. സോ ജസ്റ്റ് ലൈക്ക് ദ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. എന്താണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്? അതുപോലെ തന്നെയാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം എടുത്ത് എഴുതുക. അതിനുശേഷം കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആണ്, ആ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ട ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അതായത് ബിൽസ് റിസീവബിൾ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ആണ് നമുക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വഴി കണ്ടുപിടിക്കേണ്ടത്. സോ അതിന്റെ ഫോർമാറ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, അതായത് പർട്ടിക്കുലേഴ്സും എമൗണ്ടും പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. സോ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് കാണിക്കാം. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് ഓർ ബാങ്ക്, അതായത് ബിൽസ് റിസീവബിൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ എഴുതുക. ദെൻ രണ്ടാമത്തെ ഐറ്റം ബാങ്ക്, അതായത് ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിൽസ് റിസീവബിൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കാം. ദെൻ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്, അതായത് ഡിസ്കൗണ്ടിങ് ചാർജസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. പിന്നെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് ആണ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്നാട്ടോ. ഇപ്പൊ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അതായത് ബിൽസ് റിസീവബിൾ ഡിസോണർ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കാം. ദെൻ ബൈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, അതായത് ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിൽസ് റിസീവബിൾ ഡിസോണർ ആയി പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ രണ്ടാമത്തത്
ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കേണ്ടത്. അത് ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കാണിക്കാം. ദെൻ ലാസ്റ്റ് കാണിക്കേണ്ടത് ബാലൻസിങ് ക്യാരിഡ് ആണ്. അതായത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിങ്ങിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് കാണിക്കുക. എന്നിട്ട് ഈ ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക, ഡെബിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ആ ബാലൻസിങ് ഫിഗർ ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കുന്നത്. അതായത് ബിൽസ് റിസീവബിൾ റിസീവ് ചെയ്തിട്ടിരിക്കുന്ന എത്രയാണോ ടോട്ടൽ എമൗണ്ട്, ആ എമൗണ്ട് ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് ഇനി എങ്ങനെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ സെയിൽ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽസ്. ബിൽസ് റിസീവബിൾ ഇൻ ദി ബിഗിനിങ്, ബിൽസ് റിസീവബിൾ ബിഗിനിങ്ങിൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ഡെപ്റ്റേഴ്സിന്റെ ബിഗിനിങ് എമൗണ്ട്, അതായത് എല്ലാത്തിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഇൻഫർമേഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒന്ന് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും വരയ്ക്കുന്നു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും. ഈ രണ്ട് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ബിൽസ് റിസീവബിളില് ബിഗിനിങ്ങില് 1500. സോ ഡെപ്റ്റേഴ്സ് അറ്റ് ഇൻ ദി ബിഗിനിങ്ങിലാണെങ്കിൽ 6160. സോ ബിൽസ് റിസീവബിൾ എൻകാഷ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ഈ വർഷം ബിൽസ് റിസീവബിൾ എൻകാഷ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് 4180 ആണ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്, അത് 14000. ദെൻ ബാഡപ്റ്റ് റിട്ടേൺ ഓഫ്, ബാഡപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് 560. ദെൻ സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട് 1740. ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ട്, അത് 360. ബിൽസ് റിസീവബിൾ അറ്റ് ദി എൻഡ്, അത് 1200. ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് 5100. ദെൻ ക്യാഷ് സെയിൽസ് 8180. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യണം. അപ്പൊ അതിനാദ്യം നമുക്ക് വരയ്ക്കേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കുക. അതായത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കുക. സോ ഒരുമിച്ച് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരയ്ക്കുക, തൊട്ട് താഴെ തന്നെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കുക. പോസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് അക്കൗണ്ടും കൂടെ ഒരുമിച്ച് വരയ്ക്കാനായിട്ട് പറഞ്ഞത്. സോ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കാം. സോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ബിൽസ് റിസീവബിൾ ഇൻ ദി ബിഗിനിങ്ങിൽ, അതായത് ബിൽസ് റിസീവബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡില് ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട്, അതായത് 1560 കാണിക്കുക. ദെൻ നമുക്ക് രണ്ടാമത്തെ ആയിട്ട് തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സ് ഇൻ ദി ബിഗിനിങ് ആണ്, അതായത് ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് 6160 കാണിക്കാം. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, ബിൽസ് റിസീവബിൾ എൻകാഷ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ, ഈ വർഷം ബിൽസ് എൻകാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, ബിൽസ് റിസീവബിൾ അക്കൗണ്ടില് ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്നും പറഞ്ഞ് 4180 കാണിക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്ന ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട് 14000. സോ അത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ്. സോ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ 14000 കാണിക്കാം. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഐറ്റം ബാഡപ്റ്റ് റിട്ടേൺ ഓഫ് ആണ്, ബാഡപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്തതാണ്. സോ അതെന്താ എവിടെയാ കാണിക്കേണ്ടത്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബൈ ബാഡപ്റ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് 560 കാണിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം സെയിൽസ് റിട്ടേൺ ആണ്. നമുക്കറിയാം സെയിൽസ് റിട്ടേൺ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺ എന്നും പറഞ്ഞുകൊണ്ട് 1740 കാണിക്കുക. പിന്നെന്താണ്, ബിൽസ് റിസീവബിൾ ഡിസോണർ, ബിൽസ് റിസീവബിൾ ഡിസോണർ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കാണിക്കേണ്ടത്, ബിൽസ് റിസീവബിൾ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബിൽസ് റിസീവബിൾ ബാക്കറ്റിൽ ബിൽസ് റിസീവബിൾ ഡിസോണർ എന്നും പറഞ്ഞുകൊണ്ട് എമൗണ്ട് കാണിക്കുക 360. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്, ബിൽസ് റിസീവബിൾ അറ്റ് ദി എൻഡ്, അതായത് ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ബൈ ബാലൻസ് ക്യാരിഡ് എന്ന് പറഞ്ഞ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 1200. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡ് ആണ്. ഡെപ്റ്റേഴ്സ് അറ്റ് ദി എൻഡിൽ 5100 തന്നിട്ടുണ്ട്, അതായത് അത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, അത് 5100. സോ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ ബാലൻസ് ക്യാരിഡ് എന്നും പറഞ്ഞുകൊണ്ട് 5100 ക്രെഡിറ്റ് സൈഡില് കാണിക്കുക. ദെൻ പിന്നെ നമുക്ക് എന്താണ് ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് നമുക്ക് എന്താണ്, ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതി. സോ നമ്മൾ എല്ലാ ഇൻഫർമേഷനും ഫില്ല് ചെയ്തു
എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. അതായത് ആദ്യം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. സോ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിന് ആദ്യം ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക. അത് ക്യാഷ് ഓർ ബാങ്കും ഡെപ്റ്റേഴ്സും ബാലൻസ് ക്യാരി ഡൗണും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5740 കിട്ടും. ഈ 5740 നിന്ന് നമുക്ക് ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട്, അതായത് 1560 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്, അതായത് ബാലൻസ് ഫിഗർ ആണ് എന്ത്, അതായത് ബിൽസ് റിസീവ്ഡ്, അതായത് എത്രയാണോ ടോട്ടൽ ബിൽസ് റിസീവ്ഡ്. അപ്പൊ ടു ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബിൽസ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കാം 4180. എന്നിട്ട് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കാണിക്കാം. അപ്പൊ ഈ 4180 എന്ത് ചെയ്യണം, ഈ ബിൽസ് റിസീവബിളിന്റെ ഈ ബാലൻസ് ഫിഗർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ടില് ബൈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ് 4180 കാണിക്കുക. സോ അതിനുശേഷം ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 25,580 ക്രെഡിറ്റ് സൈഡ് കിട്ടും. ഈ 25,580 നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ഫ്ലോ ഡൗൺ 6,160 ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ടായിരുന്ന ഒരു 360. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 19,060 കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ബാലൻസിങ് ഫിഗർ എന്ന് കാണിച്ചേക്കുക. അപ്പൊ 19,600 നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് സെയിൽ, ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമുക്ക് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്, അപ്പൊ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട് 8,180. ഇപ്പൊ ക്യാഷ് സെയിൽസ് 8,180 പ്ലസ് ക്രെഡിറ്റ് സെയിൽ നമ്മൾ കണ്ടുപിടിച്ചു 19,060. അപ്പൊ ക്യാഷ് സെയിൽസ് 8,180 പ്ലസ് 19,060. സോ 27,240 ആണ് എന്ത്, ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ സെയിൽ കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് സെയിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. പിന്നെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ക്രെഡിറ്റ് സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡിലാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് മാത്രം വരച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരയ്ക്കാനുള്ള ഇൻഫർമേഷൻ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ടും വരയ്ക്കുക. സോ അത് വരച്ചിട്ട് ഈ മെത്തേഡില് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സെയിൽ അസർട്ടൈൻ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അസർട്ടൈൻ ബാലൻസ് ഓഫ് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആൻഡ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെയോ ബാലൻസിംഗ് ഫിഗർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്, ഈ ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് ആർ ഗിവൺ ഓൺ ദി ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ക്യാൻ ബി അസർട്ടൈൻ ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അതായത് നമുക്ക് ക്രെഡിറ്റ് സെയിൽസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസോ തന്നിട്ടുണ്ടാകും. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വെച്ചതിന്റെ ബാലൻസിങ് ഫിഗർ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ അസർട്ടൈനിങ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിളും അല്ലെങ്കിൽ ബിൽസ് പേയബിളിന്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കും. ഇതുപോലെ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ടോട്ടൽ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെയും സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ച പോലെ തന്നെ ബിൽസ് റിസീവബിളിന്റെ ബിൽസ് പേയബിളിന്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. അതായത് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം അതെന്താണ് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബിൽസ് പേയബിൾ എമൗണ്ട് തന്നിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടിങ്ങനെ, അശോക് ഡസ് നോട്ട് മെയിൻറ്റെയിൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. Prepare trading and profit and loss account for the year ended 31st December 2014. So, and the balance sheet as on that date. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താണ്, അശോക് പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൻറ്റെയിൻ ചെയ്ത അക്കൗണ്ട് വെച്ച് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു
ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളം December 31st 2013 ആണ്. സെക്കൻഡ് കോളം December 31st 2014 തന്നിട്ടുണ്ട്. രണ്ടും December 31st തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർക്കുക, December 31st 2013 തന്നിരിക്കുന്നത് ഫസ്റ്റ് January 2014 ഓപ്പണിംഗ് എമൗണ്ട് തന്നെയാണ്. അതായത് December 31st 2013 ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ December 31st 2013 എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഫസ്റ്റ് January 2014 ഓപ്പണിംഗ് ബാലൻസ് ആണ്. സോ നമുക്ക് ഡെപ്റ്റേഴ്സ് 9,000, ക്ലോസിംഗിൽ ഒരു 12,500 തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഒരു 4,900, ക്ലോസിംഗിൽ 6,600 തന്നിട്ടുണ്ട്. ഫർണിച്ചർ 500, ദെൻ 31st December 750 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട് 3,000, 2,250 തന്നിട്ടുണ്ട്. അപ്പം ഈ ഇൻഫർമേഷൻ ഒക്കെ അനലൈസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, സാലറീസ്, റെന്റ്, ഓഫീസ് എക്സ്പെൻസസ്, ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് പർച്ചേസസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഔട്ട്വേർഡ്, ബാഡ് ഡെപ്റ്റ്. പിന്നെ എന്താണ് ലാസ്റ്റ് ഇൻഫർമേഷൻ, ഹി ഹാഡ് 2,500 ക്യാഷ് ബാലൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. അതായത് ഓപ്പണിംഗ് ക്യാഷും തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അത് തന്നിരിക്കുന്നത്? ആ തന്നിരിക്കുന്ന ഐറ്റംസ് നമുക്ക് എവിടേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അത് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരാൻ സാധ്യതയുള്ളത്, ഇതെല്ലാം ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ആ സൈഡിൽ തന്നെ ഒന്ന് എഴുതി വെക്കാം. ഏത് ഐറ്റംസ് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരുന്നത് എന്നൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഐറ്റംസ് ഒക്കെ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് ഫിഗർ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഫോർമാറ്റ് വരയ്ക്കുക. നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കാൻ നമുക്കറിയാം. സോ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം വരയ്ക്കുക. എന്നിട്ട് തൊട്ട് താഴെ തന്നെ ബാലൻസ് ഷീറ്റും വരയ്ക്കുക. ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അത് എഴുതാനുള്ള അത്രയും സ്പേസ് വിട്ടതിന് ശേഷം വേണം ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ. നമുക്കറിയാം എന്തോരം ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ ആ ഇൻഫർമേഷൻ അനുസരിച്ചുള്ള ആ സ്പേസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. തൊട്ട് താഴെ തന്നെ ബാലൻസ് ഷീറ്റ്, അതായത് അത്യാവശ്യം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഐറ്റംസ് നോക്കി എത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഒരു ബാലൻസ് ഷീറ്റും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അത്രയും വരച്ചതിന് ശേഷം നമുക്ക് നോക്കുക, നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് മിസ്സായിട്ടുണ്ടോ, അല്ലപ്പോ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഐറ്റംസ് കിട്ടാനുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അനലൈസ് ചെയ്യാം. നമുക്ക് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, സാലറീസ്, റെന്റ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ക്യാഷ് സെയിൽസ്, ക്യാഷ് പർച്ചേസസ് ഒക്കെ തന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം, ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കണം. നമ്മളിത് ഓൾറെഡി പഠിച്ചു. എന്താണ് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട്, ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാനുണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഓപ്പണിംഗ് ക്യാഷ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാഷ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ ക്യാഷ് ബുക്ക് വരയ്ക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് വരയ്ക്കണം. സോ പിന്നെ നമുക്ക് ഇൻഫർമേഷനിൽ നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയറിൽ എന്താണുള്ളത് അതാണ് ഈ വർഷത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. സോ നമുക്ക് പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നതിൽ ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടാലിയായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും പെർഫോമ ആദ്യം ഒന്ന് വരച്ചു വെക്കാൻ പറഞ്ഞു.
സോ തൊട്ട് താഴെ തന്നെ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുക. അതായത് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ സോ അതിന്റെ തൊട്ട് താഴെ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ വെച്ചിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ട്സ് എല്ലാം വരയ്ക്കാം. സോ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റൽ, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിന് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാലൻസിങ് ഫിഗർ, ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കുക. നമുക്ക് ആ കോളത്തിൽ തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഇത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കുക. അപ്പൊ ഹെഡിങ് കൊടുക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്കിംഗ് നോട്ട് 1, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് December 31st, 2013 എന്ന ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഫോർമാറ്റ് വരയ്ക്കുക. ഡെബിറ്റ് സൈഡ് ലയബിലിറ്റിയും ക്രെഡിറ്റ് സൈഡ് അസറ്റും വരയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്നതിൽ കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലിക്വിഡിറ്റി ഓർഡറിൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. സോ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് തന്നിരിക്കുന്നത് 2500 അപ്പൊ നമ്മള് ഫസ്റ്റ് ഐറ്റം അസറ്റ് സൈഡിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസിൽ 2500 കാണിക്കുക. സോ നമുക്ക് ഈ ഇതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം എന്താണ്? ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 9000 ആണ്. സോ ഡെപ്റ്റേഴ്സ് എന്ന അസറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിന്റെ എമൗണ്ട് 9000 കാണിക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് 4900 കാണിക്കാം. അതും അസറ്റ് സൈഡിൽ കാണിക്കാം. സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. സോ 4900 കാണിക്കാം. പിന്നെ തന്നിരിക്കുന്ന ഐറ്റം ഫർണിച്ചർ ആണ്. ഫർണിച്ചർ നമുക്കറിയാം അസറ്റ് ആണ്. സോ ഫർണിച്ചർ 500 കാണിക്കാം. സോ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് ആണ്. വേറൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. സോ ക്രെഡിറ്റേഴ്സ് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിൽ, സോറി, ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അപ്പൊ സോ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിന് എഴുതിയിട്ട് എമൗണ്ട് 3000 കാണിക്കാം. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനായിട്ട് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനായിട്ട് ഇത്ര ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് വെച്ച് എന്ത് കണ്ടുപിടിക്കണം? ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സോ ക്യാഷ് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16900 ടോട്ടൽ കിട്ടും. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ 16900 ആക്കാനായിട്ട് ഈ ക്രെഡിറ്റേഴ്സ്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഡയബറ്റീസ് സൈഡിൽ ആകെ ഒരു ഐറ്റം ഉള്ളൂ 3000 ക്രെഡിറ്റേഴ്സ്. സോ ഈ 16900 ഈ 3000 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. സോ 16900 3000 കുറച്ചിട്ട് 13900 ആണ് ഇത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എന്ന് കാണിച്ചിട്ട് 13900 കാണിക്കാം. ബ്രാക്കറ്റിൽ ജസ്റ്റ് ബാലൻസിങ് ഫിഗർ എന്ന് കാണിച്ചേക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ബാലൻസിങ് ഫിഗർ എന്ന് കാണിച്ചേക്കുക. സോ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കാണിക്കുക 16900. അപ്പൊ ഇതാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഏതൊക്കെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു. അപ്പൊ എന്താണെന്ന് ആലോചിക്കുക? ക്യാഷ് കളക്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. സോ ജസ്റ്റ് സൈഡിൽ എഴുതിക്കൊള്ളുക ഒന്ന് ക്യാഷ് അക്കൗണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞു ഡെപ്റ്റേഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്തത്. അപ്പൊ അതെന്താണ്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും വരും. ഒന്ന് ക്യാഷ് അക്കൗണ്ടിലും വരും, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും വരുന്ന ഐറ്റം ആണ് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. സോ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് പേ ചെയ്തു ക്രെഡിറ്റേഴ്സിന്. അപ്പൊ എന്താണ്? അത് ക്യാഷ് അക്കൗണ്ടിൽ വരും. എന്താണ്? ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തത്, അതുകൊണ്ട് അത് ക്യാഷ് അക്കൗണ്ടിൽ വരും. സോ പിന്നെ എന്താണ്? ക്രെഡിറ്റേഴ്സിനാണ് പേ ചെയ്തത്, അപ്പൊ അത് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിലും വരും. അപ്പൊ ക്യാഷ് അക്കൗണ്ടിലും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും വരും. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ക്യാഷ് അക്കൗണ്ട് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്.
പിന്നെ വരുന്ന ഐറ്റാണ് സാലറീസ്. സാലറി എന്താണ്? ക്യാഷ് ആയിട്ടായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബാങ്കായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ എന്താണ്? അപ്പൊ ആലോചിക്കുക, അത് ക്യാഷിൽ വരും. എന്താണ്? പേയ്മെന്റ് ആണ്, അപ്പൊ ക്യാഷിൽ വരും. സോ ക്യാഷ് അക്കൗണ്ടിൽ വരും. പിന്നെ ഏതിൽ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇല്ലേ? നമ്മളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. പിന്നെ റെന്റും അതുപോലെ തന്നെയാണ്. എന്താണ്? ക്യാഷ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക, അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ വരും. അതുപോലെ തന്നെ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ വരുന്നത് ഓഫീസ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസും അതുപോലെ തന്നെയാണ്. എവിടെ കാണിക്കണം? ഒന്ന് ക്യാഷ് അക്കൗണ്ടിലും കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ വരുന്നതായിട്ട് ഏതാണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് സാധാരണ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എന്താണ്? ക്യാഷ് ആയിട്ടായിരിക്കാം ഡ്രോയിങ്സ് പോയത്. സോ ക്യാഷ് അക്കൗണ്ടിലും ഡ്രോയിങ്സ് കാണിക്കുക. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. എന്താണ്? അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം. സോ അത് എത്രയാണ്? 1000 ആണ്. അപ്പൊ ഈ 1000 രൂപ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ കാണിക്കണം അല്ലെ? നമ്മൾ നിലവിലുള്ള ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. അപ്പൊ 1000 എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് നമുക്കറിയാം എന്താണ്? പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സെയിൽസ് കാണിക്കുന്നത്. പക്ഷേ ക്യാഷ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? ടോട്ടൽ സെയിൽസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ക്യാഷ് സെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ക്യാഷ് സെയിൽസിന്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിച്ചിരിക്കണം. അപ്പൊ ഇത് ക്യാഷ് സെയിൽസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ ക്യാഷ് പർച്ചേസസ്. ക്യാഷ് പർച്ചേസസ് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ പർച്ചേസ് ആണ് കാണിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ടോട്ടൽ പർച്ചേസ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ക്യാഷ് പർച്ചേസ് എവിടെയൊക്കെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം, ക്യാഷ് അക്കൗണ്ടിലും കാണിക്കണം. ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എവിടെയാണ്? നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് അല്ലെ? അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ഏത് അക്കൗണ്ടിലും കൂടെ കാണിക്കണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും കൂടെ കാണിക്കണം. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി കാണിക്കുന്ന ഐറ്റം ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം, ഡെപ്റ്റേഴ്സിലും കാണിക്കാം. ദെൻ റിട്ടേൺ ഇൻവേർട്സ്. റിട്ടേൺ ഇൻവേർട്സ് എവിടെ കാണിക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കാം. എന്തായിരിക്കും റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കാം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ റിട്ടേൺ ഔട്ട്വേർഡ്സ്. ഇപ്പം റിട്ടേൺ ഇൻവേർട്സ് സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്തായിരിക്കും? പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. അപ്പൊ പർച്ചേസ് റിട്ടേൺ എവിടെ കാണിക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും കാണിക്കേണ്ട. പിന്നെ വരുന്നതായിട്ടാണ് ബാഡപ്സ്. അല്ലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബാഡപ്സ് എന്നാണ്. അപ്പൊ ബാഡപ്സ് എവിടെ കാണിക്കണം? നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതായിട്ടാണ് ബാഡപ്സ്. സോ ബാഡപ്സ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. പിന്നെ എവിടെ കാണിക്കണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും കാണിക്കുക. പിന്നെ നമുക്ക് ഇന്ന് ഹി ഹാഡ് 2500 ക്യാഷ് ബാലൻസ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എവിടെ കാണിക്കണം? ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം. ഇത്രയും ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസ് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരുന്നതെന്ന് ഒന്ന് നോട്ട് ചെയ്തു. നമുക്ക് എന്താണ്? ജസ്റ്റ് എടുത്തെല്ലാം ഒന്ന് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ കണ്ടുപിടിക്കുന്നത് അതെല്ലാം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക്, അതായത് ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിക്കാം. ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്യാഷ് ബുക്ക് വരയ്ക്കണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ നേരത്ത് സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ ക്യാഷ് അക്കൗണ്ടിൽ വരുന്നതായിട്ട് എല്ലാം ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ക്യാഷ് ബുക്ക് വരച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ക്യാഷ് ആണ്.
ഓപ്പണിംഗ് ക്യാഷ് നമുക്ക് 2500 തന്നിട്ടുണ്ട്. അപ്പൊ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ 2500 കാണിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കുറെ ഐറ്റംസ് ഒക്കെ ക്യാഷ് അക്കൗണ്ടിൽ വരുന്നു അല്ലേ. ക്യാഷ് കളക്ടഡ് ഫ്രം ഡെപ്റ്റേഴ്സ് അല്ലെ. ക്യാഷ് കളക്ടഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു 30,400 ഉണ്ട്. അത് എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡില് അല്ലെ. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 30,400 കാണിക്കുക. നമുക്ക് 30,400 അല്ലേ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 30,400 കാണിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യാം? ഇപ്പുറ സൈഡിൽ അതായത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 22,000 കാണിക്കാം. ക്രെഡിറ്റേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് 22,000 കാണിക്കാം. പിന്നെ തന്നിരിക്കുന്നത് സാലറീസ് ആണ്. സാലറീസ് എന്താണ്? നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താണ്? പേയ്മെന്റ് ആണ്. സോ ബൈ സാലറീസ് എന്ന് പറഞ്ഞുകൊണ്ട് 6,000 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ റെന്റും എന്താണ്? പേയ്മെന്റ് ആണ്. സോ ബൈ റെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് 750 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ എന്താണ്? ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് എന്താണ്? പേയ്മെന്റ് ആണ്. സോ ബൈ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു 900 കാണിക്കാം. പിന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം? ഡ്രോയിങ്സ് ആണ്. അപ്പൊ ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും വിഡ്രോ ചെയ്തുകൊണ്ട് പോയിരിക്കുക. അപ്പോൾ ബൈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് 1500 കാണിക്കാം. പിന്നെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ക്യാഷ് പർച്ചേസസ് തന്നിട്ടുണ്ട് അല്ലെ. ക്യാഷ് പർച്ചേസസ് ഒരു 2,500 തന്നിട്ടുണ്ട്. അപ്പൊ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് 2,500 കാണിക്കാം. അതുപോലെ നമുക്ക് എന്താണ്? ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പൊ ടു ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞ് 750 തന്നിട്ടുണ്ട്. ആ 750 കാണിക്കുക. അതുപോലെ തന്നെ എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കാം കൊണ്ടുവന്നിരിക്കുക. അപ്പൊ എന്താണ്? ടു ക്യാപിറ്റൽ എന്നും പറഞ്ഞുകൊണ്ട് 1000 കാണിക്കുക. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ക്ലോസിംഗ് ക്യാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാം. നമുക്കറിയാം ക്ലോസിംഗ് ക്യാഷ് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കറിയാം ഡിഫറൻസ് എവിടെയായിരിക്കും നിൽക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരിക്കും നിൽക്കേണ്ടത്. സോ എന്ത് ചെയ്യണം? ആദ്യം ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 34,650, അതായത് ബാലൻസ് ബ്രോഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിന്റെ ബ്രാക്കറ്റിൽ ജസ്റ്റ് വേണമെങ്കിൽ എഴുതിക്കും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. പിന്നീട് നോക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടു ക്യാപിറ്റൽ 1000 കാണിക്കുക. ദെൻ ക്യാഷ് സെയിൽസ്, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34,650 എമൗണ്ട് കിട്ടും. ഈ എമൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് 22,000, 6,000, 750, 900, 1,500, 2,500 ഇത്രയും എമൗണ്ട് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 33,650 കിട്ടും. ഈ 33,650 ഈ 34,650 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫിഗർ, ബാലൻസിങ് ഫിഗർ ആണ് എന്ത്? ക്ലോസിംഗ് ക്യാഷ്. അപ്പൊ ക്ലോസിംഗ് ക്യാഷ് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് 1000 കാണിക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആയിട്ട് എഴുതുക. അപ്പൊ നമുക്ക് രണ്ട് സൈഡും ബാലൻസ് ഒരുപോലെ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് മിസ്സിംഗ് ഇൻഫർമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഒന്ന് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, ഒന്ന് ക്ലോസിംഗ് ക്യാഷ് കിട്ടി. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐറ്റം ആണ് എന്ത്? ഒന്ന് ക്രെഡിറ്റ് സെയിൽസും ഒന്ന് ക്രെഡിറ്റ് പർച്ചേസും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം നമ്മൾ അതിനെ എന്താണ് വരച്ചുകൊണ്ടിരുന്നത്? ക്ലോസിംഗ് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. സോ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആദ്യം വരച്ച് കഴിയുമ്പോൾ അതിൽ ആദ്യം വരുന്ന ഐറ്റം ഏതായിരിക്കും? ടോട്ടൽ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ടോ ഓപ്പണിംഗ് ബാലൻസ്? എവിടെയാ തന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഒരു കോളം വരച്ച് തന്നിട്ടുണ്ട്. അതിൽ ഡെപ്റ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ആയിരിക്കും ഈ വർഷത്തെ ഓപ്പണിംഗ്. അപ്പൊ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് ഒരു 9,000. ആ 9,000 എന്ത് ചെയ്യാം? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞു 9,000 കാണിക്കുക. പിന്നീട് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒരു ക്യാഷ് ആയിട്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു 30,400 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഓരോ ഐറ്റം ഏത് അക്കൗണ്ടിലാണ് വരുന്നതെന്ന് എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ് ക്യാഷ് കളക്ടഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 30,400. അപ്പൊ എന്താണ്? ക്രെഡിറ്റ് സൈഡില് ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് 30,400 കാണിക്കാം.
പിന്നെ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് എന്ത്, ഡെപ്റ്റേഴ്സിൽ നമ്മൾ പിന്നെ കാണിച്ചിരിക്കുന്ന ഒരു ഐറ്റം ഏതാണ്, ഡിസ്കൗണ്ട് അലൗഡ്. എത്രയാണ്, 350 ഡിസ്കൗണ്ട്, 150 ഡിസ്കൗണ്ട് അലൗഡ് എന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ബൈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 150 എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സിൽ വരുന്ന ഒരു ഐറ്റം ആണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞു, സെയിൽസ് റിട്ടേൺ. സോ ബൈ റിട്ടേൺ ഇൻവേർഡ് എന്നും പറഞ്ഞുകൊണ്ട് 500 കാണിക്കുക. പിന്നെ പറഞ്ഞ ഐറ്റം ഏതാണ് ഡെപ്റ്റേഴ്സിൽ വരുന്നത്, ബാഡറ്റ്സ് ആണ്. സോ ബാഡറ്റ്സ് 100 കാണിക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ നമുക്ക് ക്ലോസിംഗ് തന്നിട്ടുണ്ട് അല്ലെ, ക്ലോസിംഗ് എത്രയാണ്, അതും ക്വസ്റ്റ്യനിൽ ഫസ്റ്റിലൊരു ടേബിൾ തന്നിട്ടില്ലേ. അപ്പൊ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് 9000 അവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗും തന്നിട്ടുണ്ട്. ക്ലോസിംഗ് എത്രയാണ്, 12500 സോ 12500 ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് 12500 എഴുതുക. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മിസ്സിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് സെയിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ കോളം മൊത്തം, അതായത് നമുക്കറിയാം ഇപ്പം കൂടുതൽ നിൽക്കുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. സോ ക്രെഡിറ്റ് സൈഡ് മൊത്തം എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക. ഇപ്പൊ ക്രെഡിറ്റ് സൈഡ് 30,400 പ്ലസ് 150 പ്ലസ് 500 പ്ലസ് 100 പ്ലസ് 12500 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 43,650 എമൗണ്ട് കിട്ടും. ഈ 43,650 ഡെബിറ്റ് സൈഡിലുള്ള ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞൊരു 9,000 കൊടുത്തിട്ടുണ്ട്. ഈ 43,650 9,000 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണ് എന്ത്, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്, 43,650 9,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 34,650 കിട്ടും. ഈ 34,650 ആണ് എന്ത്, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത്രയും എഴുതിയിട്ട് രണ്ട് സൈഡും, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 43,650 ആക്കി ബാലൻസ് ടോട്ടൽ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാം. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് എഴുതേണ്ടത്, ബാലൻസ് ബ്രോഡൻ, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് എഴുതുക. അത് എവിടെയാണ്, ക്വസ്റ്റിൽ ഫസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് എമൗണ്ട് തന്നിട്ടുണ്ട്. സോ അത് ഈ വർഷത്തെ ഓപ്പണിംഗ് ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ഓപ്പണിംഗ് 3,000 ആണ്. അപ്പൊ ബൈ ബാലൻസ് ബ്രോഡൻ എന്ന് പറഞ്ഞാൽ 3,000 കാണിക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ, ക്രെഡിറ്റേഴ്സിൽ വരുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്തിട്ടുണ്ട് 22,000. അപ്പൊ എന്താണ്, ടു ക്യാഷ് ഓർ ബാങ്ക് എന്നും പറഞ്ഞ് 22,000 കാണിക്കാം. പിന്നെ നമുക്ക് വരുന്ന ഐറ്റം എന്താണ്, ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, എമൗണ്ട് 350 അപ്പൊ ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 350 കാണിക്കാം. തൊട്ടു താഴെ എന്താണ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട്. സോ പർച്ചേസ് റിട്ടേൺ ടു റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ് 400 കാണിക്കാം. എന്താണ്, പിന്നെന്താണ്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. അത് നമുക്ക് എവിടെയാണ്, ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നെ ആ ടേബിൾ തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ ക്ലോസിങ്. അപ്പൊ 2,250 ആണ് എന്ത്, ക്ലോസിങ്. അപ്പൊ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 2,250 കാണിക്കുക. അപ്പൊ ഇത്ര ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ആണ് ഇവിടെ കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടണം. 22,000 പ്ലസ് 350 പ്ലസ് 400 പ്ലസ് 2,250 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 കിട്ടും. ഈ 25,000 നിന്ന് 3,000 ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് 3,000 കുറയ്ക്കുക. ഈ 3,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22,000 ആണ്. ഈ 22,000 ആണ് എന്ത്, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് എഴുതിയിട്ട് 22,000 കാണിക്കുക, എന്നിട്ട് രണ്ട് സൈഡും ഈക്വൽ ആക്കുക. സോ ക്രെഡിറ്റ് പർച്ചേസിന്റെ ബാക്കിൽ ബാലൻസ് ഫിഗർ എന്ന് കാണിച്ചേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചു, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ക്യാഷ് കണ്ടുപിടിച്ചു, ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ ഫസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. അതില്
കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ബാലൻസ് എന്തെങ്കിലും 4,900 ആണ്. അത് ഈ വർഷത്തെ ഓപ്പണിംഗ് ആയിരിക്കും. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 4,900 കാണിക്കുക. പിന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഐറ്റം എന്താണ് ഡെബിറ്റ് സൈഡില് പർച്ചേസസ് ആണ് അല്ലെ. അപ്പൊ ടു പർച്ചേസ് എന്ന് പറഞ്ഞ് നമുക്കറിയാം, നമുക്ക് ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ ക്യാഷ് പർച്ചേസ്, അപ്പൊ പർച്ചേസിന് തൊട്ട് താഴെ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്ന ക്യാഷ് പർച്ചേസ് എത്രയാണ്? 2,500. അപ്പൊ 2,500 കാണിക്കാം അല്ലെ. പിന്നെ നമുക്ക് എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ ആയ 22,000. അപ്പൊ 22,000 ക്രെഡിറ്റ് പർച്ചേസ്. അപ്പൊ നമ്മളിത് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്ത് വർക്കിംഗ് നോട്ടിൽ എവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? നാലാമത്തെ ഫിഗർ ആണ്, നാലാമത്തെ ടേബിൾ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ ജസ്റ്റ് ബ്രാക്കറ്റിൽ നോട്ട് 4 എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് 22,000. ഇപ്പൊ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ആഡ് ചെയ്യുക. 22,500 22,000 കൊണ്ട് ആഡ് ചെയ്തിട്ടുള്ള 24,500 ആണ് എന്ത് നമ്മുടെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ പർച്ചേസിന് നമ്മൾ എന്ത് കുറയ്ക്കണം? പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. ക്വസ്റ്റനിൽ ഓൾറെഡി റിട്ടേൺ ഔട്ട് വേർഡ്സ് 400 തന്നിട്ടുണ്ട്. അപ്പൊ 24,500 ഈ 400 കുറയ്ക്കുക. 400 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ഔട്ടർ കോളത്തിലേക്ക് എത്തുക 24,100. അതാണ് നമ്മുടെ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ 24,100 എഴുതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലായിട്ടാണ് ഇത് സെയിൽസ്. സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുക. നമുക്ക് ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്, അതിൽ ഇത്രയാണ് 750 ഇന്നർ കോളത്തിൽ എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സെയിൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ക്രെഡിറ്റ് സെയിൽ എത്രയാണ് കണ്ടുപിടിച്ചത്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ച് നമ്മൾ കണ്ടുപിടിച്ച ഫിഗറാണ് 34,650. ആ 34,650 എവിടെ എഴുതുക? തൊട്ട് താഴെ ക്രെഡിറ്റ് സെയിൽസ്. അപ്പൊ ക്രെഡിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കറിയാം മൂന്നാമത്തെ ടേബിൾ ആണ്. സോ 3 നോട്ട് ചെയ്യാം. സോ 34,650 കാണിക്കാം. ഈ 750 34,650 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് കിട്ടും. അപ്പൊ 35,400 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്കറിയാം സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 500 തന്നിട്ടുണ്ട്. അപ്പൊ 35,400 500 കുറച്ചിട്ടുള്ള 34,900 ആണ് നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിലെ മറ്റൊരു ഐറ്റം ആണ് ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ ടേബിളിൽ തന്നിട്ടുണ്ട് സ്റ്റോക്ക് 6,600 തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ബാലൻസ് ചെയ്യാം. അപ്പൊ 34,900 6,600 കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 41,500 കിട്ടും. ഈ 41,500 ഓപ്പണിംഗ് സ്റ്റോക്ക് 4,900 24,100 കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് 41,500 ലെസ് ചെയ്യുക. ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 12,500. അതാണ് നമ്മുടെ എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ 12,500 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 12,500 കാണിക്കുക. എന്നിട്ട് ബാലൻസ് 41,500 രണ്ട് സൈഡിൽ നോക്കുക. നമ്മൾ ഈ പോസ്റ്റ് ചെയ്ത ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാം. അപ്പൊ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 12,500. പിന്നെ നമുക്കറിയാം കുറെ ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അല്ലേ. അപ്പൊ എന്താണ്? ഫസ്റ്റ് ആയിട്ട് ഏതാണ്? സാലറീസ്. അപ്പൊ സാലറീസ് 6,000 ടു സാലറീസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ എന്താണ്? റെന്റ് കാണിക്കുക 750. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഏതാണ്? ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് 900 കാണിക്കാം. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ടില്ലേ? 150 തന്നിട്ടുണ്ട്, അത് കാണിക്കാം. തൊട്ട് താഴെ ഡെപ്റ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാനുള്ളത് തന്നിട്ടുണ്ട്, 100 കാണിക്കാം. പിന്നെ നമുക്ക് എന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് തന്നിട്ടുണ്ട് അല്ലെ. അത് എവിടെ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് 350 കാണിക്കാം. അപ്പൊ ഇത്രയും ഐറ്റം കാണിച്ചതിന് ശേഷം നമുക്ക് അറിയാം ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ചെയ്യാം, ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യാം. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 12,500 ഡിസ്കൗണ്ട് റിസീവ്ഡ് 350 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? 12,850 കിട്ടും. അപ്പൊ ഈ 12,850 നിന്ന് നമുക്ക് ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അതായത് സാലറീസ് 6,000 750 900 150 100 ഇത്ര എന്ത് ചെയ്യാം?
ഈ 12,850 നിന്ന് ലെസ് ചെയ്യുക. ഇത്രയും കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 12,850 നിന്ന് ഈ ഫിഗേഴ്സ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 4,950 കിട്ടും. അതാണ് നമ്മുടെ എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടു നെറ്റ് പ്രോഫിറ്റ് 4,950 എന്ന് കാണിക്കുക. ദെൻ 12,850 രണ്ട് സൈഡിലും ആക്കി ടാലി ചെയ്യിക്കുക. അപ്പൊ ഇത്രയുമാണ് എന്ത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിന് ശേഷം നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റ് ഇത് വരയ്ക്കുക. അപ്പൊ ബാലൻസ് ഷീറ്റ് ഓൾറെഡി നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാലൻസ് ഷീറ്റ് ആസെറ്റ് 31st December 2014. അപ്പൊ നമുക്ക് കുറെ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. അപ്പൊ നമുക്ക് എന്താണ്? ഫസ്റ്റ് നമുക്ക് ലിക്വിഡിറ്റി ഓർഡറിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഏത് എഴുതണം? ക്യാഷ് അല്ലെ. ക്യാഷ് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലോസിംഗ് ക്യാഷ് എത്രയാണെന്ന് ക്യാഷ് ബുക്ക് വരച്ച് കണ്ടുപിടിച്ചു. അപ്പൊ ബൈ ബാലൻസ് ക്യാരിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ബാലൻസിംഗ് ഫിഗർ 1000 രൂപ ക്യാഷ് ബുക്കിൽ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ 1000 എന്ത് ചെയ്യാ? ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പൊ ഇവിടെ നോട്ട് 2 എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ടേബിൾ വരച്ചിരിക്കുന്നതാണ് ക്യാഷ് ബുക്ക്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് 2 എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡെപ്റ്റേഴ്സ് നമുക്കറിയാം. നമുക്ക് ഫസ്റ്റിൽ തന്നിരിക്കുന്ന ടേബിളിൽ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് 12,500 സോ ഡെപ്റ്റേഴ്സ് 12,500 കാണിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് 6,600 അവിടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 6,600 കാണിക്കാം. അതുപോലെ തന്നെ ഫർണിച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 750 കാണിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് അസറ്റ് സൈഡ് വരുന്നത്. ഇനി ലയബിലിറ്റി സൈഡിലോ നമുക്ക് അതേ ടേബിളിൽ തന്നെ ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് തന്നിട്ടുണ്ട് 2,250. അപ്പൊ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് വരേണ്ട ഐറ്റം ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ. ഫസ്റ്റ് തന്നെ വർക്കിംഗ് നോട്ടിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ച് നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 13,900 ഇന്നർ കോളത്തിൽ കാണിക്കുക. പിന്നെ എന്താണ്? നമുക്ക് ഈ വർഷം തന്നെ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? 1000 ആഡ് ചെയ്യുക. അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടുപിടിച്ചു. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 4,950 കണ്ടുപിടിച്ചു. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 4,950 കാണിക്കാം. അപ്പൊ ഈ 13,900 1000 എത്ര കിട്ടി? 14,900 പ്ലസ് 4,950 കൂടെ ആഡ് ചെയ്യുമ്പോൾ 19,850 എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി പറഞ്ഞൊരു ഡ്രോയിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പൊ ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 1,500 കാണിക്കാം. അപ്പൊ 19,850 നിന്ന് 1,500 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 18,350 കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുക നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് ഫർണിച്ചർ തന്നിട്ടുണ്ട്. ഫർണിച്ചറിന്റെ ഓപ്പണിങ് 500 ക്ലോസിങ് 750 ആണ്. അപ്പൊ നമുക്ക് ഊഹിക്കാം ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാ? ഒന്നെങ്കിൽ അഡീഷണൽ ഫർണിച്ചർ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫർണിച്ചർ അഡീഷണൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ നമുക്ക് ഫർണിച്ചറിന് ഡിപ്രിസിയേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ 500 750 തമ്മിലുള്ള ആ ഡിഫറൻസ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് ഫോർ ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? 250 കാണിക്കുക. ഇതെവിടെ കാണിക്കണം? ലയബിലിറ്റിയിലാണ്. അപ്പം നമുക്കറിയില്ല അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മളോട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ ഫർണിച്ചർ എന്ന് പറഞ്ഞ് 250 കാണിക്കാം. അപ്പൊ ഈ 2,250 ഈ 250 18,350 കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്
20,850. ഇത് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും കൂടെ ആഡ് ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ബാലൻസ് ആയിട്ട് ടാലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം പോസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് അക്കൗണ്ട്സ് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.